ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ വളരെ കൂടുതലാണ് അല്ലേ? എല്ലാവരും ചിന്തിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. പക്ഷേ ഒരു വട്ടം മരണത്തിൻ്റെ മുമ്പിൽ പോയിട്ട് തിരിച്ചു വന്ന ആളുകൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കില്ല എന്നാണ് എൻ്റെ ഒരു തോട്ട്. ബിക്കോസ് ഞാനും ഒരു 2-3 വട്ടം അങ്ങനെ ഇപ്പം തീരും എന്നുള്ള ലാസ്റ്റ് മൊമെൻറ്റ്, നമ്മുടെ മൈൻഡിൽ എല്ലാ കാര്യങ്ങളും വരുന്നൊരു മൊമെൻ്റ് ഉണ്ട്. തീരാൻ പോവാണ് എന്ന് ഉറപ്പുള്ള അവിടെ എത്തിയിട്ട് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കില്ല. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇറച്ചി തൊണ്ടയിൽ കുടുങ്ങി. ഒന്നും ചെയ്യാനില്ല. ഞാൻ കിച്ചണിൽ മമ്മി ഫുഡ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചുമ്മാ അവിടെ സൈഡിൽ നിന്നതാണ്. അപ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഇട്ട പീസ് ഞാനെടുത്ത് വായിലേക്ക് ഇട്ടു. അത് ചവച്ചിട്ടത് കട്ടാവാത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനങ്ങ് വിഴുങ്ങിയ വഴിക്ക് അത് കറക്റ്റ് തൊണ്ടയിൽ കുടുങ്ങി. മമ്മി കിച്ചണിൽ അവിടെ ഇറച്ചീൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഇളക്കുന്നു. എനിക്ക് വിളിച്ചാൽ ഒരു കാര്യമില്ലെന്നറിയാം. മമ്മി കിടന്ന് കാറത്തേ ഉള്ളൂ. തൊണ്ടയിൽ കുടുങ്ങുകയും ചെയ്തു. ഞാൻ ഒരു 5 സെക്കൻഡ് എന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു വന്നു. പിന്നെ എനിക്ക് മനസ്സിലായില്ല, ഇത് കേട്ടു. പിന്നെ സൗണ്ടൊക്കെ വന്നു തുടങ്ങി തൊണ്ടയെന്ന്. ഞാൻ ലാസ്റ്റ് ഒന്നും ചെയ്യാനില്ല, റിട്ടേൺ വരുന്നില്ല, താഴേക്ക് ഇറക്കാനും പറ്റുന്നില്ല. കൈ ഫുൾ അകത്തേക്ക് ഒരൊറ്റയിട ലാസ്റ്റ് പരിശ്രമം. ഇത് തീരാൻ പോവാന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഇവിടുന്ന് ഓടി ആശുപത്രിയിൽ എത്താനും സമയമില്ല. ഒന്നും ചെയ്യാനില്ലെന്ന് ഉറപ്പായപ്പോൾ ഞാൻ വെറുതെ ഒരു ട്രൈ ആക്കാം, വേറെ ഒന്നും ചെയ്യാനില്ല. ഈ വയറ്റിൽ ഇങ്ങനെ ഞെക്കിയിട്ടെടുക്കുന്നതൊന്നും മമ്മിക്കൊന്നും അറിയത്തില്ലല്ലോ. ഒറ്റ കൈയിടൽ, ഒറ്റ വലിക്കൽ. അപ്പം ഞാൻ തിരിച്ചു വന്ന ആ ഒരു മൊമെൻറ്റ്, അതൊരു വല്ലാത്തൊരു മൊമെൻ്റായിരുന്നു. അതുകൊണ്ട് ആത്മഹത്യ തോന്നുന്നവർ ജസ്റ്റ് ഇങ്ങനത്തെ വല്ല അനുഭവം ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ നമുക്ക് ചെയ്യാൻ തോന്നില്ല. നമ്മുടെ എല്ലാ നക്ഷത്രവും നമുക്ക് മുമ്പിൽ കാണാം. ആ മൊമെൻറ്റിൽ എല്ലാം തീരാൻ പോവാണ്. കുറച്ചുകൂടെ എനിക്ക് അവസരം കിട്ടണേ എന്ന് വിചാരിക്കുന്നൊരു മൊമെൻറ്റ്.